ചങ്കാളെ നമ്മളിപ്പോ നല്ല ഊട്ടിയിലാണ് കേട്ടോ. ഊട്ടിയിലെ കർണാടക ശ്രീ ഹോർട്ടിക്കൾച്ചറൽ ഗാർഡനിലെ വിശേഷങ്ങളാട്ടോ ചങ്കാളെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സബ്സ്ക്രൈബ്സ്, വ്യൂസ് എന്നിവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ കേട്ടോ ഞാൻ ഈ ഗാർഡന്. പിന്നെ അത് ഇതാണ് കേട്ടോ ഈ ഗാർഡന്റെ ഇതൊന്ന് കൺട്രോൾ. ഇതാണ് ഈ ഭാഗം ഇങ്ങനെ ഒന്ന് കൺട്രോൾ. ഇതാണ് ഇതിന്റെ അവസ്ഥ. ഇതിപ്പോൾ പുതുതായിട്ട് ഇവിടെ തുടങ്ങിയതാണ്. ഇപ്പോൾ തുടങ്ങിയ ഗാർഡനാണ്. അപ്പോൾ ഫുള്ളായിട്ട് അവിടെയൊക്കെ ഫുള്ള് പോയി എടുക്കണമെങ്കിൽ ടൈമുകൾ കുറേ എടുക്കും എന്നുള്ളതാണ് നമ്മളിത് പുറത്തുനിന്ന് ഇങ്ങനെ നിങ്ങളെ നിരീക്ഷിച്ച് കാണിച്ചിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ടൊന്ന് കണ്ടാളി. ഇത് നമ്മളൊക്കെ ഫാമിലി സൈഡാണ് വന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോകാൻ അതിവിശാലമായ ഒരു ഗാർഡൻ കേട്ടോ ചങ്കാളേത്. ഇതൊരുപാട് കണ്ടമാനം സ്ഥലം നടന്ന് കാണാനുണ്ട്. പക്ഷേ നമുക്ക് അത്ര സ്ഥലങ്ങളൊന്നും കാണാൻ ഒരുപാട് സമയത്തിൻ്റെ കുറവ് കൊണ്ടേ സമയം കൂടുതൽ എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഏകദേശം ദൂരക്കാഴ്ചകളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ അങ്ങനെ കാണിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ വീഡിയോ എടുത്തു പോകുന്ന ഭാഗങ്ങൾ ശരിക്കും കാണിച്ചു കൊണ്ട് പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഊട്ടിയിൽ പുതുതായിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു ഗാർഡൻ ആട്ടോ ഇത്. പിന്നെ ചെങ്കാള തോട്ടത്തിനകത്ത് കണ്ടോളൂ. ഇവിടെയൊക്കെ അടിപൊളി സ്ഥലമാണ്. ഇപ്പോൾ ഊട്ടിയിൽ പോകുമ്പോൾ കാണാത്ത ആൾക്കാർക്ക് ഒന്ന് ഒരു പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ സ്ഥലം അറിയാത്തവരുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താൻ ഇതൊരിക്കലും നഷ്ടമാവില്ല. അത്യാവശ്യം നല്ലോണം നടന്ന് കാണാനുള്ള ഒരു സ്ഥലം ഉണ്ട്, ഇത് സ്പേസ് ഉണ്ട്. അപ്പോൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ഇത് മിസ്സാവാതെ ഇത് കണ്ട് പോരുക. എന്നാലേ നമുക്ക് പോയാനുള്ളൊരു വകുപ്പ്, അതിനുള്ളൊരു ഇത് സംവിധാനം, അതിനുള്ളൊരു ഇത് അവിടെ ഉണ്ട്. ഇനി നമ്മളിവിടെ കാണിക്കാൻ പോകുന്നതേ ഇവിടെ ഉള്ള ഒരു കോട്ട പോലെ, ചെടികൾ കൊണ്ട് കോട്ട പോലെ കെട്ടിയ ഒരു സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോകണത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഏല തിരിച്ചു വരണം എന്നുള്ളത്, പിന്നെ കുറച്ച് തിരിച്ചു വരാൻ കുറച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മളുള്ളത് കേട്ടോ. അതിങ്ങനെ കെട്ടിയേക്കാണ് മതിൽ പോലെ, ചെടികൾ കൊണ്ടാണ് ഈ കെട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പുറത്തേക്ക് പോരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത്രയും നല്ല ഒരു രസകരമായൊരു ഫീലാണ് അതിലുണ്ടാവുക. അവിടെ ചുറ്റുഭാഗം മതിൽ പോലെ കെട്ടിയേക്ക, ഒരു കോട്ട മോഡൽ ഈ ചെടികൾ കൊണ്ട് ഉണ്ടാക്കിയേക്കാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ നല്ല രസമുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ പോകുമ്പോൾ ഇതിലൊക്കെ നമുക്ക് ചെന്ന് കണ്ട് ഇതിൻ്റെ ഒരു ആസ്വദിക്കാനുള്ളൊരു സൗകര്യം അവിടെ ഉണ്ട്. ഇതൊക്കെ ആസ്വദിച്ച് പോരുക. പല രീതിയിലായിട്ട് ഇങ്ങനെ തട്ടി കോട്ട മാതിരി ചെടികൾ കൊണ്ടൊരു കോട്ട മോഡൽ ഉണ്ടാക്കിയേക്കാണ്. അതാണ് ഇവിടുത്തെ സ്ഥിതി. നല്ല അടിപൊളി ഇതാട്ടോ, നല്ല അടിപൊളി വൈബാണ്. ഇതിപ്പോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ എയിലെ പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ളത് അറിയില്ല. ഇത് ആകെ ഒരു കൺഫ്യൂഷൻ ആവും. ഇതിലെ പോയിട്ട് എയിലെ ഇറങ്ങേണ്ട ഒരു പുസ്തകം അങ്ങനെ പോവുകയാണ്. അപ്പൊ എവിടെ ഇതിന്റെ ഒരു ഇറങ്ങേണ്ട ലെവലെന്ന് അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോരി. ലൊക്കേഷനോ ഇതിങ്ങനെ പോന്നിട്ട് നമ്മൾ ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങി ഏതൊരു പെട്ട് ചാടാനായി തുടങ്ങി. കുറച്ചൊക്കെ ചാടാം. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലത്തെ സ്ഥിതി നല്ല രസമാണ്. അടിപൊളി പരിപാടിയാണ്. ഇതൊക്കെ ഒന്ന് കാണണം. ഊട്ടിയിലേക്ക് വരുമ്പോ ഇതൊക്കെ ഒന്ന് കാണണം നിങ്ങള്. ഇതൊക്കെ നല്ല അടിപൊളി ഒരു രസമുള്ള സ്ഥലമാണ്. പിന്നെ അതുപോലെ ഇപ്പൊ ഞങ്ങൾ ഇവിടെ പുറത്ത് ചാടിട്ടോ. നമ്മളിതിന് പുറത്ത് ചാടി കണ്ടോ നിങ്ങള്. ഇവിടെ വന്നാൽ ഇവിടെ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. മൈക്ക് എടുത്തിട്ടില്ല. മൈക്ക് എടുക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഏതായാലും നമ്മളെ വോയിസിലുണ്ടാവും, സംസാരത്തിലുണ്ടാവും. അപ്പോൾ അത് വിട്ടുപോയതാണ്, പോയതാണ്. പിന്നെ ഇത് കണ്ടങ്ങള്, ഇതാണ് ഇവിടെ മറ്റേ ഇതിൻ്റെ സ്ഥലം. ഇവിടെ വെള്ള വാട്ടറിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. വെള്ളം കൊണ്ടുള്ള പല പരിപാടികൾ, വെള്ളച്ചാട്ട പരിപാടികൾ, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. പിന്നെ തൂക്കുപാലം. അപ്പോൾ ഇതുപോലെയാണ് ഇത്. പല ഇതിൻ്റെ സ്ഥലം തൊട്ട് ഒരുപാട് അത്യാവശ്യം നല്ലോണം കറങ്ങാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഊട്ടിയിൽ വരുമ്പം ഇവിടെ കാണാത്തവർ ഇവിടെ കണ്ടു പോവുക എന്നുള്ളൊരു ഇതാണ് നമുക്ക് മെസ്സേജാണ് ഇത് കൊടുക്കാനുള്ളത്. നല്ല അടിപൊളി സ്ഥലമാണ്. ഇത് മിസ്സാക്കി പോകരുത് എന്നാണ് അറിയിക്കാനുള്ളത്. കട്ടാക്കണം. അപ്പോൾ ചങ്കള പിന്നെ ഇനി നമുക്ക് ആ തൂക്കുപാലം ഉണ്ട് കയറാറില്ലേ. തൂക്കുപാലം കണ്ടു ഞങ്ങൾ അതിൻ്റെ മേലെ കയറാം. അതൊക്കെയാണ് ഇപ്പോൾ ഇതിലുള്ളത്. അപ്പോൾ ഈ ഇതിൻ്റെ ഇവിടെയൊക്കെ അതിൻ്റെ മേലെ കയറിയിട്ടുള്ളൊരു പരിപാടി ഉണ്ടാവും. അതൊക്കെ നല്ല രസമുള്ള പരിപാടിയാണ്. പിന്നെ അതിൻ്റെ മേലെ കയറാനാണ് നമ്മൾ പോകുന്നത്.
കത്താക്കി എന്താ അവിടെ കയറുന്ന കത്തി കുറേ നേരം പോകത്തെടുക്കണം. ഇവിടുത്തെ ഈ കുളത്തിൽ മീനുണ്ട്, മീനായിട്ടിരിക്കണ്ടോ? അപ്പോൾ ചങ്കാള ഇതിൻ്റെ ഈ ഭാഗത്ത് ഒരു പൂളുണ്ട്. സ്വിമ്മിങ് പൂള് അല്ല, പക്ഷേ പൂളാണ്. മീനൊക്കെ വളർത്തുന്ന ഒരു പൂള്. സ്വിമ്മിങ് പൂളായിട്ടില്ല, ഇനി ആവുമെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ ഇതിലൊക്കെ ഇപ്പോൾ മീനുണ്ട്. അതുപോലെ വെള്ളം ഇതിൽ വെള്ളച്ചാട്ടമല്ല, വെള്ളത്തിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത്. വെള്ളച്ചാട്ടമായിട്ടല്ല. ഇപ്പോൾ പൈപ്പിലൂടെയൊക്കെ വെള്ളം മറ്റേ നെറൂടെ വരുന്ന ഒരു രസകരമായൊരു സംഭവം. അപ്പോൾ ഇതിൻ്റെ ഇവിടെ മീനുകൾ വളർത്തലും മറ്റൊക്കെ ഉണ്ട് ഈ പൂളിൽ. ഇപ്പോൾ ഇതിപ്പോൾ സ്വിമ്മിങ് പൂളൊന്നും അല്ല, പക്ഷേ ഇപ്പോൾ മീനുകളൊക്കെ വളർത്തുന്ന ഒരു ഇതാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും ഇവിടെ പുതുതായിട്ട് അവിടെ പല പരിപാടികളും നടക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പുറത്ത് വേറെ പൂളും വരുന്നുണ്ട്. അപ്പോൾ ഇത് നിർമ്മാണം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പൂർണ്ണമായിട്ട് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അപ്പുറത്തൊക്കെ വേറെ പൂളും കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിങ്ങനെ പോവാണ്. ഇപ്പോൾ മുൻകാലങ്ങളിലൊന്നും ഊട്ടി വരുമ്പോൾ നമ്മൾ ഈ സ്ഥലം കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ തന്നെ ഇപ്പോൾ കുറച്ച് 2 കൊല്ലം മുന്നൊക്കെ പോകുമ്പോഴൊന്നും ഇവിടെ ഇത് ഓപ്പൺ ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ കുറഞ്ഞ കാലങ്ങളായിട്ടുള്ളൂ ഉണ്ടാവുള്ളൂ ഇത് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് കാണാത്തവർക്ക് ഇനി കൂട്ടിലേക്ക് വരുമ്പോഴൊക്കെ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടാൻ, ഇതൊന്ന് അറിയാനും കൂടിയാണ് നമ്മളിത് ഈ വീഡിയോ ഇടുന്നത്. ഇപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അതുപോലെ വ്യൂസ് ഒക്കെ ഒന്ന് കാണുകയും ഇപ്പോൾ നമ്മളതുകൊണ്ട് ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്തുകൊണ്ട് നമ്മളന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ഇനി ഇതുപോലെ പല വഴിക്കും പോകുമ്പോൾ ഇത്തരം സ്ഥലങ്ങളൊക്കെ നമ്മളെ കാര്യമായിട്ട് ഫിഷുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളാണ് ഇടുന്നതെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ നമ്മൾ വീഡിയോസ് ആക്കി നിങ്ങളിലേക്ക് എത്തിക്കും. നമ്മൾ കാണുന്നതും നമ്മൾ പരിചയപ്പെടുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കും. ചങ്ങളപ്പം നമ്മൾ ഈ പാർക്കിൻ്റെ ഒരു സൈഡിലൂടെ അങ്ങനെ തൂക്കുപാലം ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. തൂക്കുപാലത്തിലേക്കുള്ള ഒരു ഒതുക്കൊക്കെ കയറിയിട്ട് അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിലാണ് നമ്മളിപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൂക്കുപാലത്തിൻ്റെ ഭാഗത്തേക്കുള്ള ഒതുക്കാണ്, ഇപ്പോൾ സ്റ്റെപ്പുകളാണ് ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ചുറ്റുഭാഗങ്ങളൊക്കെ നമ്മൾ ഈ തൂക്കുപാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂസൊക്കെ ഇതിലിങ്ങനെ കാണിക്കും. അപ്പോൾ അതിനുള്ള ഒരു പോക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ പേരടിക്കുമ്പോൾ കറക്റ്റ് അടിച്ചാൽ മതി, എന്നാൽ നമുക്ക് ആ സ്ഥലത്തേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ ഈ ഗാർഡൻ പറഞ്ഞപ്പോൾ പുതുതായി ഇവിടെ നിർമ്മിക്കപ്പെട്ടതാണ്. ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് തന്നെ ഇപ്പോൾ ആളുകളൊക്കെ ഇതിലേക്ക് ഇങ്ങനെ അറിയപ്പെട്ട് വരുന്നുള്ളൂ ഈ ഗാർഡന്. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ പൊതുവെ ആളുകളൊക്കെ മറ്റ് നമ്മുടെ ഷൂ ഗാർഡനിലെ പോലെ ഒന്നും കൂടുതൽ ആളുകളൊന്നും ഇവിടെ എത്തിപ്പെടുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് പരിചയപ്പെട്ടിട്ടില്ല ആൾക്കാർ. പൊതുവേ നമ്മൾ തന്നെ ഇപ്പോഴാണ് ഇതിവിടെ ചെല്ലുമ്പോഴാണ് അറിയണത് ഇങ്ങനെ ഇപ്പോൾ ഒരു പുതിയ ഗാർഡൻ വന്നിട്ടുണ്ടെന്നില്ല. അങ്ങനെയാണ് നമ്മളിവിടെ ഈ സ്ഥലം പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത നല്ലൊരു സീനാണ്, നല്ല വൈബുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അത്യാവശ്യം നടന്ന് കാണാനുണ്ട് സ്ഥലം. അത്യാവശ്യം കടന്ന് പിന്നെ പുതുതായിട്ട് ഇവിടെ ഇപ്പോൾ ഈ കൂളിലൊക്കെ പുതുതായിട്ട് നിർമ്മാണം പൂർത്തിയാക്കുന്ന പല പരിപാടികളുണ്ട്. ഇപ്പോൾ അത് തുടങ്ങി വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഇനി അവിടെ വരാനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വന്നപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ തൂക്കുപാലത്തിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫാമിലിയൊക്കെ നമ്മളെ ബാക്കിലുണ്ട്, മുയക്കിലും അടിയിലൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചങ്കളെ നമ്മളിപ്പോഴേ അങ്ങനെ നമ്മൾ ഈ തൂക്കുപാലത്തിലേക്ക് കയറി. ഇനിയിപ്പോൾ നമുക്ക് ഈ തൂക്കുപാലത്തിൽ നിന്നുള്ള കുറച്ച് ദൃശ്യങ്ങളൊക്കെ കാണാം, ദൂരക്കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കാണുമ്പോൾ നല്ലൊരു അടിപൊളി വൈബാണ്, കാണാൻ നല്ല ഒരു ഇത് കിട്ടും. സ്ഥലങ്ങളൊക്കെ ഒരുപാട് ലോങ്ങിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ചുറ്റുഭാഗങ്ങളും നല്ല സീനിയറി, നല്ല ഉഷാറ് സ്ഥലമാണ്. അപ്പോൾ ഓക്കെ, അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ച് ഇതുവരെ നമ്മൾ ക്യാമറയിലൂടെ നമ്മളുടെ വീഡിയോസിലൂടെ നമ്മളെ കാണിക്കുകയാണ്. പിന്നെ ഇത് ഒരുപാട് നടക്കാനുള്ളത് കൊണ്ട് നമ്മൾ തുടക്കത്തിലുള്ള കുറേ ഭാഗങ്ങൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്, മുഴുവനായിട്ടൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് എന്നെ ഫസ്റ്റ് തൊട്ട് കാണിക്കുമ്പോൾ നമുക്ക് അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുമ്പം ഒരുപാട് വീഡിയോ നീണ്ടു പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളത് ചുരുക്കിയേക്കാണിത്. ഓക്കെ, ഈ തൂക്കുപാലത്തിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് വിദൂര കാഴ്ചകൾ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ദൂരക്കാഴ്ചകൾ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. എന്ത് സ്പീഡാണ്! വ്യൂ കാണിക്കാം.
മൈ ഫാമിലി മൈ ഫാമിലി അടികൂടെ പോവാണ്. തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. തേയിലൊക്കെ പഠിക്കാനൊക്കെ ഉണ്ട് തേയിലത്തോട്ടത്തിൽ. പിന്നെ അതിന് മേലൊക്കെ അടിപൊളിയാണ്. അതൊക്കെ എന്താ. അപ്പൊ ചങ്കാളെ നമ്മളെ വീഡിയോ ഏകദേശം അങ്ങനെ അവസാനിക്കാൻ സമയമായി തുടങ്ങിട്ടോ. നമ്മൾക്ക് ഏകദേശം നമ്മള് പിന്നെ ഇതിന്റെ ഈ തൂക്കുപാലം സമാപിക്കുന്നതോടു കൂടി നമ്മളെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും അതോടുകൂടി. പിന്നെ അപ്പോൾ നമ്മളെന്താ വെച്ചാൽ അവിടെ പിന്നെ തേയിലത്തോട്ടത്തിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ അപ്പോൾ നമ്മളിതിൻ്റെ ഏകദേശം ഈ ലാസ്റ്റ് ഭാഗമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ തുടക്ക ഭാഗങ്ങളൊന്നും പൂർണ്ണമായിട്ട് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അതിനൊക്കെ ഇവിടെ പൂർണ്ണമായിട്ട് കാണിക്കാൻ കഴിയൂല. അത്രയും വീഡിയോ നീണ്ടു പോകുന്നത് കരുതിക്കൊണ്ടാണ്. ഒരുപാട് ദൈർഘ്യം വരുന്നത് കൊണ്ട് തന്നെ നമ്മളൊന്ന് കുറച്ചതാണ്. അപ്പം നമ്മളിവിടെ എത്തി. ഇവിടെ ഈ തേയിലത്തോട്ടത്തിലെ ക്ലീനിങ് വർക്ക് നടത്തുന്ന ആൾക്കാരാണത്. ക്ലീൻ ചെയ്യണം. അവിടെ അക്കാട് വെട്ടി അതിൻ്റെ അടിഭാഗമൊക്കെ ക്ലീൻ ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ചങ്കാളെ നമ്മൾ ഈ സ്ഥലം ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഊട്ടിയിലെ കർണാടക ശ്രീ ഹോർട്ടിക്കൾച്ചറൽ ഗാർഡൻ എന്നാണ് പറയുക. അപ്പോൾ ഇത് നമ്മുടെ മൊബൈലൊക്കെ ലൊക്കേഷൻ അടിച്ചാൽ കിട്ടും കേട്ടോ. എല്ലാ ചങ്ങാൾക്കും ഈ വീഡിയോ സമർപ്പിക്കുന്നു.